വടകര പുതിയ ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ട് ശാശ്വത പരിഹാരം കാണുക വ്യാപാരി വ്യവസായ ഏകോപന സമിതി വടകര നാരായണ നഗരം യൂണിറ്റ് മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഒരു ചെറിയ മഴ പെയ്താൽ പോലും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥ ഏകദേശം 6 വർഷത്തോളമായി. ഇതിന് മുനിസിപ്പാലിറ്റി ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടകര നാരായണ നഗരം യൂണിറ്റ് വടകര മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പുതിയ സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. മാർച്ച് എം അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും മഴ തുടങ്ങിയാൽ അവിടെയുള്ള വീടുകളിലെ ആളുകളുടെയും കച്ചവടക്കാരുടെയും നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. രാത്രി സ്വസ്ഥമായി വീടുകളിൽ കിടന്നുറങ്ങാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ചെറിയ മഴ പെയ്താൽ തന്നെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ നാരായണ നഗരം എന്ന് പറഞ്ഞ സ്ഥലം. നമുക്കറിയാം, കഴിഞ്ഞ 2018-ലും 19-ലും 22-ലും അല്ലേ നമ്മളെ യാമീന്റെ വെള്ളപ്പൊക്കം ഏതാണ്ട് 62 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടൊരു ഷോപ്പ് അവിടെ നടച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട് കഴിഞ്ഞ മാസം ജപ്തിയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ എല്ലാ ഭരണാധികാരികൾക്കും അറിയുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും ഇതില് വടകര നഗരസഭയുടെ പാർട്ട് വളരെ വലുതാണ്. എല്ലാ വർഷവും കേരളത്തിൽ വടകരയിലെ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ നടക്കാറുണ്ട്. ആ പ്രക്രിയകള് നേരാവണ്ണം മോണിറ്റർ ചെയ്ത് എല്ലാ ഇടങ്ങളിലും ഈ ശുചീകരണം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അധികാരികൾ ഉറപ്പുവരുത്തുന്നില്ല. ഇവിടെ കാതർക്ക് ഇവിടെ സൂചിപ്പിച്ചു, നാരായണ നഗരത്തിൽ നിന്ന് ഉള്ള ഡ്രൈനേജുകള്, വലിയ ഡ്രൈനേജുകള് ഈ തവണ യൂണിറ്റ് പ്രസിഡന്റ് PA ഖാദർ അധ്യക്ഷത വഹിച്ചു. മാർച്ചിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഹരീഷ്, ജയരാജ്, അമൽ അശോക, PA ജലീൽ, ജയൻ കോറോത്ത്, A രാജൻ, V ലത്തീഫ, ശ്രീജിത്ത്, നിതീഷ്, ഷംസീർ, ഷിനോജ്, ജിതേഷ്, മുഹമ്മദ് PK എന്നിവർ സംസാരിച്ചു. NP ഗോപി സ്വാഗതവും അബൂബക്കർ ഹാജി നന്ദിയും പറഞ്ഞു.